എന്റെ അമ്മ എന്റെ മൂത്തിന്ന് പോയപ്പോ കള്ളുകുടിയിലും പെണ്ണുപിടിയിലും വരായിരുന്നു. 6 വർഷം 8 വർഷം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോ കള്ളുകുടിയിലും പെണ്ണുപിടിയിലും വരുന്നത്. ഇതുകൊണ്ട് തീരുവാണ് തീർന്നു പോട്ടെ. ഇവിടെ കയറി വന്നുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. ഹലോ ഹൈ റേഞ്ച് ഫാമിലി. ഹൈ റേഞ്ച് ഫാമിലി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗിലെ ഇച്ചായൻ ആൻഡ് കുഞ്ഞാറ്റ, ഇച്ചായൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഹൈ റേഞ്ച് ഫാമിലി. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഉളുപ്പില്ലേ മനുഷ്യ ഇച്ചായ നിങ്ങൾക്ക്? ഡിവോഴ്സിൻ്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങൾ ആ പെങ്കൊച്ചിൻ്റെ പേരും പറഞ്ഞ് വീഡിയോസ് ഇട്ട് നിങ്ങൾ ജീവിക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഇപ്പം ഫാമിലിയും കൂടെ വന്നത് അങ്ങ് തുടങ്ങിയേക്കുവാണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ആ പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് തന്നെ ജീവിക്കണം അല്ലേ? ഇതിനു മുമ്പ് ആ പെണ്ണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബം ജീവിച്ചു. ഇപ്പം ആ പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം അങ്ങ് ജീവിക്കുന്നു. നട്ടല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ താൻ ഈ പരിപാടി അങ്ങ് നിർത്ത്. ഒരു ഉളുപ്പുമില്ലാണ്ട് വീണ്ടും വീണ്ടും സ്വന്തം ജീവിതം നോക്കിപ്പോയ കുഞ്ഞാറ്റയുടെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും ഓരോന്നുണ്ടാക്കി അങ്ങ് ജീവിക്കുന്നു. ഇങ്ങനെ തൂക്കി നോക്കി അതിന്റെ തൂക്കമൊക്കെ നോക്കി ഇങ്ങനെ എല്ലാവരും കണ്ടു കെട്ടിയെന്നപ്പോ ഈ മാല കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, അമ്മയുടെ കൈ കിടക്കുന്ന 100 കൊടുത്ത മാലയല്ലേ, ആ മാല അങ്ങ് കൊടുത്തേച്ച് നമുക്ക് ഈ മാല മേടിക്കാം, അമ്മയ്ക്ക് മാല മാറ്റരാന്ന് പറഞ്ഞു. അപ്പൊ കമ്മലോന്ന് ചോദിച്ചു. കമ്മല് പിന്നെ മാല എന്ന് പറഞ്ഞു. എന്റെ 10 ഗ്രാമിന്റെ മാല അങ്ങ് കൊടുത്തിട്ട് 2 ഗ്രാം കൂടെ കൂട്ടി 12 ഗ്രാമിന്റെ മാല നക്ഷത്ര ജൂവലറിന്ന് എനിക്ക് മാറി തന്നു. അപ്പൊ അത് വീഡിയോ എടുത്തുമ്പോൾ ഞാൻ എന്നെ പറഞ്ഞു, അയ്യോ അപ്പൊ എന്റെ മാല മേടിച്ചത് അങ്ങോട്ട് കൊടുത്ത 10 ഗ്രാമിന്റെ മാല കാണിക്കുന്നില്ലല്ലോ, ഇത് മേടിച്ചല്ല കാണുന്നത്. അങ്ങനെ എല്ലാവരും കൊടുക്കല്ലേ, എനിക്ക് പുതിയ മാല 2 ഗ്രാമിന്റെ മാല മേടിച്ച അതാണ് അത് കാണിക്കാല്ല, ഇതാ കാണിക്കുന്നുള്ളൂ, അമ്മയ്ക്ക് പുതിയ മാല മേടിച്ചെന്നാ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ വിശ്വസിക്കുന്ന 7 വയസ്സ് മുതൽ കൊണ്ടുപോകുന്ന എന്റെ മാതാവ് സത്യമായിട്ടും അത് ഈ 12 ഗ്രാമിന്റെ മാല നക്ഷത്ര ജൂവലറിയിൽ അങ്ങോട്ട് 10 ഗ്രാം കൊടുത്തിട്ടാണ് ഈ മാല മേടിച്ച. അന്നത്തെ വില കണ്ട് 11,500 അത്ര കണ്ടായി. പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് കുഞ്ഞാറ്റയുടെ വ്ളോഗിൽ ഇവരുടെ മാല വാങ്ങിക്കാൻ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 10 ഗ്രാം അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഗ്രാമും കൂടെ കൂട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാല വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വ്ളോഗ് ഇട്ടേക്കുന്നത്. എൻ്റെ അമ്മച്ചി നിങ്ങളെ സമ്മതിച്ചു, 10 ഗ്രാം അങ്ങോട്ട് കൊടുത്തിട്ട് 2 ഗ്രാം കൂട്ടിയിട്ടാണ് എടുത്തേക്കുന്നത്, സമ്മതിച്ചു. ഈ 2 ഗ്രാം പൈസ കൊടുക്കാതെ കിട്ടത്തില്ലല്ലോ. അത് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ആ ജ്വല്ലറിയുടെ ആൾക്കാർ കുഞ്ഞാറ്റയുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല, മനസ്സിലായോ? പൈസ കൊടുത്താലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. മാല മേടിച്ചു തന്നു. അതുപോലെ എനിക്ക് ഫ്രിഡ്ജ് മേടിച്ചു തന്നു പറഞ്ഞ് വീഡിയോ ഇട്ടു. നിങ്ങൾ എനിക്ക് മേടിച്ചു തന്നെ 5000 രൂപ തന്നെ എനിക്ക് ഫ്രിഡ്ജിന്. എന്നിട്ട് ഇവര് മേടിച്ചു തന്നത് പറഞ്ഞ് ഇവര് വീഡിയോ ഇട്ടു. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ അവനോട് പറഞ്ഞു, അമ്മ അത് ചേട്ടായിക്കും ചേച്ചിക്കും വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അമ്മയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് എന്നെ മേടിച്ചു തന്നിട്ടുണ്ട്. 1 രൂപ പോലും കൊടുക്കാതെ ഇവിടുത്തെ ആ സെറ്റി നിലത്തിടുന്നേ എന്നാ അതിന്റെ വില മാറ്റം. അതും പിന്നെ ഈ വെള്ളക്കത്തൽ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഈ 5000 രൂപ തന്നത് കുഞ്ഞാറ്റ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ മോനും ആ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. അതൊക്കെ കള്ളത്തരമായിരുന്നെങ്കിൽ നിങ്ങളുടെ മോന് പറയാവുന്നതിലുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സമയത്ത് ആ മോന് റീച്ചായിരുന്നു വരരുത്. കാരണം ആ റീച്ച് കാരണം അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തുറന്ന് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് ഇപ്പം കയറി വന്നിട്ട് കുഞ്ഞാറ്റയെ മാത്രം അങ്ങ് കുറ്റം പറയാൻ ഉളുപ്പുണ്ടോ? കുഞ്ഞാറ്റയെ മാത്രമാണ് കുറ്റം പറയുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മോൻ എന്ന് പറയുന്ന സന്തതിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നോ? നിങ്ങൾ മനഃപൂർവ്വം അതങ്ങ് മറന്നാണോ? അതെങ്ങനെ? കല്യാണം കഴിഞ്ഞ് മോൻ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ മരുമോളുടെ തലയിൽ അങ്ങോട്ട് ഇടണം അല്ലേ? മോനെ സംരക്ഷിച്ചിട്ട് മരുമോളെ കുറ്റം പറഞ്ഞാൽ അതില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലല്ലോ. പുതുതായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുക. ഇപ്പോഴും ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന, എക്സ് ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തൻ. സമാധാന സ്വസ്ഥ അവനോട് എന്താ കഴിപ്പിച്ച രസം. ഓരോരുത്തരും മുടിയുള്ളതും മുടിയില്ലാത്തതും മീശ പഠിച്ചതും എല്ലാം അവൻ എന്തോ ഒരു ആക്ഷേപിച്ചു. അവരൊന്നും ഭാഗത്ത് ഒരു തെറ്റില്ല. ഈ ഭൂമി മനുഷ്യൻ ജനിച്ചു വീണ മനുഷ്യന് ഒരു തെറ്റില്ല, അവന് മാത്രം ഭൂമി തെറ്റി. പുന്നാര മോൻ്റെ അവിഹിതത്തിന് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അവൻ എല്ലാവരെയും കയറി പീഡിപ്പിച്ച് ജയിലിൽ പോയി കഴിഞ്ഞാലും പറയണം എൻ്റെ കുഞ്ഞ് മാത്രം തെറ്റ് ചെയ്തിട്ടില്ല. നാട്ടിൽ കണ്ട ആൾക്കാരൊക്കെ തെറ്റ് ചെയ്യുന്നില്ലേ? അവർക്കൊന്നും പറയാൻ എന്ത് യോഗ്യതയുണ്ട്? എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ കുറ്റം പറയാൻ അങ്ങ് തുടങ്ങണം. എന്ത് തെണ്ടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്തേക്കണം. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് പാരൻസ്, എന്ത് തെണ്ടിത്തരം കാണിച്ചാലും മക്കളെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ ആയി പോകുന്നത്. ആയിക്കോട്ടെ, അവന് മാത്രമേ തെറ്റുള്ളൂ. അവനെ പാടിയുള്ളൂ. അവനെ വിളിച്ച് നടക്കുന്ന വഴി പോകുന്ന വഴി ഞങ്ങളെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്?
എനിക്കതൊന്നും മേടിച്ചു തന്നിട്ടില്ല. മേടിച്ചതൊന്നും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തെറ്റി കൊടുക്കുന്നുണ്ട്. നിലത്ത് ഇടുന്നതും ആ കാർട്ടൻ കാര്യങ്ങൾ പറഞ്ഞാൽ വെച്ചാൽ മനസ്സിന് വിഷമം ഒന്നാമത് എന്നെ കൊണ്ട് പറ്റിയല്ല. ഞാൻ ഇവിടുന്ന് നടന്ന മുരിക്കാശ്ശേരി പോയി പണിയെടുക്കുന്നത്. ഇന്ന് ഞാൻ പണിയെടുത്തതിൻ്റെ ആ ഇളയ ഉച്ചയെ കഷ്ടപ്പെടുത്തുന്നില്ല. ഇവനൊരു 10 രൂപ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ നോക്കാം. പണിയെടുത്ത് പക്ഷേ പോടോ വഴി ആൾക്കാരുടെ ഒരു ചോദ്യം, കടയിൽ വരുന്നവരും എന്നോട് ചോദ്യം, ആ പെണ്ണ് നിങ്ങൾ അങ്ങനെ നോക്കിയില്ലേ, ഇങ്ങനെ നോക്കിയില്ലേ, എല്ലാം നോക്കിയെന്നാണ് പറയുന്നത്. നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്ക്. പാലിക്കാരി പോണ ഷോപ്പ് സാധനങ്ങളുമായിട്ട് തുണിയായിട്ട് ഞാൻ പോയിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നു. ആളുകൾ നിങ്ങളോട് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ മക്കൾ മോൻ്റെയും കയ്യിലിരിപ്പ്. ഡിവോഴ്സായിട്ട് ആ പെണ്ണിൻ്റെ ജീവിതം നോക്കി പോയിട്ടും കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും ജീവിക്കുന്നത് ഈ പെണ്ണിനെ അങ്ങ് വിറ്റിട്ടാണെന്ന് പറയാം. കാരണം അത് കളഞ്ഞിട്ട് പോയിട്ട് വീണ്ടും ആ പെണ്ണിൻ്റെ പേരിൽ വീഡിയോ ഇട്ട് ആൾക്കാരെ മണ്ടന്മാരാക്കി ജീവിക്കുന്ന നിങ്ങളുടെ മോനെ പിന്നെ എന്തോന്ന് പറയണം? ആൾക്കാർ ചോദിച്ചില്ലെങ്കിലേ അതിൽ അതിശയമുള്ളൂ. ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് നിങ്ങളുടെ മോനാ. ആദ്യം നിങ്ങളുടെ മോനെ തല്ലി നേരെയാക്ക്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്ക്, എന്നിട്ട് നിങ്ങൾ കിടന്ന് പ്രസംഗിക്കുക. അപ്പം ഞാൻ ആ പ്രസംഗത്തിന് ഞങ്ങളെല്ലാവരും അംഗീകരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ചോദിക്കണം, അവര് പട്ടിയാവണം വന്ന് പല്ലും പൊട്ടി കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു അവരല്ലേ നോക്കിയാന്ന്. ഒറ്റ ഒരു മണിക്കൂറിന് 10,000 ഒരു മണിക്കൂറുണ്ട് 10,000 രൂപ എനിക്ക് കൊടുക്കുന്നുണ്ട്. നല്ല തന്ത മോനാശുപത്രി കൊണ്ടുപോയി എൻ്റെ കണക്ക് പറഞ്ഞ 10,000 രൂപ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ചിലവായത് 10,000 രൂപ. നല്ല ബെസ്റ്റ് ഫാമിലി. വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ കണക്ക് പറയാനുണ്ടാവത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോന് വാങ്ങിച്ചു കൊടുത്തത്, അല്ലാണ്ട് മരുമോൾക്ക് മേടിച്ചു കൊടുത്തതെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ മോൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേ വിളിച്ച് പറഞ്ഞതിന് ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, മറ്റത് ചെയ്തിട്ടുണ്ട്, മറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇത്രയും പറഞ്ഞാൽ നിങ്ങളാണ് ഇനി അത് പറയാതിരിക്കുന്നത്. എന്നോട് ഇത് തീർന്നു പോയ കേസാണ്. ഞാൻ തന്നതും തിന്നതും വിളിച്ചു പറയുന്നതല്ല. പിന്നെ നിങ്ങൾ ഇത്രയും നേരം പ്രഭാഷണം നടത്തിയതാണോ? തന്നതൊന്നും തിന്നതൊന്നും വിളിച്ചു പറഞ്ഞതല്ലാന്ന്. ചേച്ചി ഇത്രയും നേരം ഇരുന്ന് പ്രഭാഷണം നടത്തിയതാടാ പിള്ളേര്. ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങളല്ല പറയണേ, ഇനി ഒരു കാര്യം പറയാം. ഇനി എന്തെങ്കിലും ഇതിനപ്പുറം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ഇനി പറയാൻ പോണത് ഞാനായിരിക്കും. നീ എന്ത് തേങ്ങക്കൊലയാടാ പറയാൻ പോകുന്നത്? നീ കുറേ കാലമായല്ലോ പറയാൻ പോവും പറയുന്നു എന്ന് പറയുന്നത്. എടാ നീ പറയടാ. നീ പറയാൻ പോകുന്ന ഞാനായിരിക്കും എന്നും പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. എന്ത് ആടേ? വേറെ കാര്യമുണ്ട് പറയാൻ തുടങ്ങിയാൽ 200 പേരുടെ ബുക്കിൽ തുടങ്ങാൻ എടേ, അച്ഛൻ, എക്സ് ഹസ്ബൻഡ്, അമ്മ 3 പേരും കൂടെ 200 ബുക്കിൻ്റെ പേജ് മേടിക്കേണ്ട. നിങ്ങളെല്ലാവരും കൂടെ ഒരു 600 പേജിൻ്റെ ബുക്ക് മേടിക്കുക. എന്നിട്ട് നമ്പർ ഇട്ട് അക്കൊട്ട് എഴുത്. 1 കുഞ്ഞാറ്റ ഇങ്ങനെ, 2 കുഞ്ഞാറ്റ അങ്ങനെ, 3 കുഞ്ഞാറ്റ ഇങ്ങനെ ചെയ്തോ. അതാകുമ്പോൾ ഒറ്റ ബുക്കിൽ അങ്ങ് തീരും. 3 പേരും കൂടെ 3 ബുക്ക് മേടിക്കേണ്ട, ഒറ്റ ബുക്ക് മേടിച്ചാൽ മതി. ഇത് വെറുതെ എന്റെ അമ്മയാണ് കത്തിട്ട് ഞാൻ അമ്മയെ നിർത്തി പറയാം. ഇനി ഒരു പാലിലോട്ട് വന്നാൽ ഞാൻ കഴിച്ചു നിൽക്കത്തില്ല. ഇനി പത്തൊന്നും വന്നാണല്ലോ ലിമിറ്റായി എൻ്റെ. എടാ അവളുടെ ലിമിറ്റാടാ കഴിഞ്ഞത്. നിന്റെ സ്വഭാവം കാരണം ആ പെണ്ണിന്റെ ലിമിറ്റാ കഴിഞ്ഞത്, അല്ലാണ്ട് നിന്റെ ലിമിറ്റ് അല്ല ആ പെണ്ണിന്റെ ലിമിറ്റ്. എന്റെ അമ്മ എന്റെ മൂത്തിന്ന് പോയപ്പോ കള്ളുകുടിയിലും പെണ്ണുപിടിയിലും വരായിരുന്നു. 6-8 വർഷം 8 വർഷം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോ കള്ളുകുടിയിലും പെണ്ണുപിടിയുമായത്. ബെസ്റ്റ് തള്ളേ. നിങ്ങളറിയാണ്ട് നിങ്ങളുടെ മോൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? ഇത് നാട്ടുകാരറിഞ്ഞത് അല്ലെങ്കിൽ 4 ആൾക്കാർ അറിഞ്ഞത് ആ പെണ്ണ് വന്ന് കയറിയപ്പോഴായിരിക്കും. അതും കൂടെ ആ പെണ്ണിൻ്റെ തലയിൽ കൊണ്ടിടാം. ഈ എൻ്റെ പൊന്ന് തള്ള, നിങ്ങൾക്ക് ഉളുപ്പ് തോന്നില്ലേ? നിങ്ങളെ മോൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ പെണ്ണ് വന്നപ്പോഴാണ് ഇതൊക്കെ നാട്ടുകാരറിഞ്ഞത്. അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവരൊക്കെ ഉണ്ടാവണം. ശരി, എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്കില്ലേ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇനി കുടുംബത്തോടെ ആ പെണ്ണിനെ വിറ്റ് ജീവിക്കും. ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞ് അങ്ങ് ജീവിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.